ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാദമി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ പേഡ് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ പാഠവും പിന്നെ സൈഡ് ക്വസ്റ്റ്യൻസ് അതിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് സൈഡ് ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തവണ നമുക്ക് ആ പാഠഭാഗത്തിലെ കുറച്ച് ആക്ടിവിറ്റീസ് നോക്കാം. പാഠത്തിലെ കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. തുടങ്ങിയാലോ? ആഖേ തുടങ്ങാണ് അല്ലെ? ആക്ടിവിറ്റീസ് തുടങ്ങാണ്. നിങ്ങൾക്കുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. എന്താ പറയുന്നത്? കവിതാ മേ പേഡ് കിൻ കിൻ കോ സിൽത്താ ഹേ ചുൻകർ നീച്ചെ ലിഖേ. ആ പേജ് നമ്പർ ഇതിന്റെ സൈഡ് ആക്ടിവിറ്റി പാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കവിതാ മേ പേഡ് കിൻ കിൻ കോ സിൽത്താ ഹേ. കവിതയിൽ മരം എന്തിനൊക്കെയാണ് തുന്നിച്ചേർത്തിട്ടുള്ളത്? ചുൻകർ നീച്ചെ ലിഖേ തിരഞ്ഞെടുത്തിട്ട് താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മരം എന്തൊക്കെ കാര്യത്തിനെയാണ് തുന്നിച്ചേർത്തിട്ടുള്ളത്? നിങ്ങളോട് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഘർ, ഘർ, ഘർ എന്ന് വെച്ചാൽ വീട്. ഹവായേ കാറ്റ്, സാഗർ സാഗരം, രാത് രാത്രി, ഫൂൾ പൂവ്, ഗോംസലെ, ഗോംസലെ എന്ന് വെച്ചാൽ കിളിക്കൂട്, ബാദൽ, ബാദൽ എന്ന് വെച്ചാൽ മേഘം, ചാന്ദ്, ചാന്ദ് എന്ന് വെച്ചാൽ മൂൺ, ചന്ദ്രനെയാണ് അല്ലെ ചാന്ദ് എന്ന് പറയുന്നത്. ജമീനേം, ജമീനേം എന്ന് വെച്ചാൽ ഭൂമി, എർത്ത്, എർത്തിനെയാണ് ജമീൻ എന്ന് പറയുന്നത്. കിതാബ്, കിതാബ് എന്ന് വെച്ചാൽ പുസ്തകം. കപ്പടെ വസ്ത്രങ്ങൾ, ധൂപ് വെയിൽ, കിനാരെ തീരങ്ങൾ, തീരം, സപ്ന, സപ്ന എന്ന് വെച്ചാൽ സ്വപ്നം. പിന്നെന്താ? തിൻക, തിൻക എന്ന് വെച്ചാൽ മക്കളെ? അതെ, ചെറിയ പുൽ, പുൽനാമ്പുകൾക്കാണ് എന്ത് പറയുന്നത്? തിൻക, പുൽനാമ്പിനെയാണ് തിൻക എന്ന് പറയുന്നത്. അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് പേഡ് സില്ല മരം തുന്നിച്ചേർത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഏതൊക്കെ കാര്യങ്ങളായിട്ടാണ് മരം തുന്നിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്? എന്തൊക്കെയാ? ധൂപ്, ധൂപ് വെയിലുണ്ട് അല്ലെ? വെയിലിന് മരം തുന്നിച്ചേർത്തിട്ടുണ്ട്. പിന്നെന്താ? ഹവായേം കാറ്റിനെ തുന്നിച്ചേർത്തിട്ടുണ്ട്. പിന്നെയോ? ഫൂൾ പൂക്കളെ. പിന്നെ ഘോംസലെ കിളിക്കൂട്, കിളിക്കൂട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നീ എത്രയേറെ കിളിക്കൂടുകൾ തുന്നിച്ചേർത്തിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഘോംസലെ കിളിക്കൂടുകൾ. ബാദൽ, ബാദൽ എന്ന് വെച്ചാൽ മേഘം, മേഘത്തിനെ തുന്നിച്ചേർത്തിട്ടുണ്ട്. ജമീൻ, ജമീൻ എന്ന് വെച്ചാൽ അതെ, തീരം, തീരത്തിനെയാണ് അല്ലെ പറയുന്നത് ജമീൻ. കിനാരെ തീരം, തീരത്തിനെയാണ് പറയുന്നത് അല്ലെ? ഇത്രയും കാര്യങ്ങൾ മരം തുന്നിച്ചേർക്കപ്പെട്ടിട്ടുള്ള ഓരോരോ സംഭവങ്ങളാണ് അല്ലെ? എന്തൊക്കെയാണ്? ഹവായേം കാറ്റുണ്ട്, ഫൂൾ പൂക്കളുണ്ട്, ഗോംസലെ കിളിക്കൂടുണ്ട്, ബാദൽ മേഘം, പിന്നെ ജമീൻ തീരം, ജമീൻ ഭൂമി അല്ലെങ്കിൽ ജമീൻ എർത്തിനെയാണ് ജമീൻ എന്ന് പറയുന്നത്. ധൂപ്, ധൂപ്പിന് പറയുന്നത്? വെയിൽ, വെയിലിനെ തുന്നി ചേർത്തിട്ടുണ്ട്. കിനാരെ തീരം, തീരത്തിനെയാണ് എന്ത് പറയുന്നത്? കിനാരെ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ പേഡ് മരം തുന്നിച്ചേർക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തതായിട്ടുള്ള ആക്ടിവിറ്റിയാണ് സംബന്ധ് പഹ്ചാനെ ഓർ ജോഡെ ബനായെ. സംബന്ധം അല്ലെങ്കിൽ ബന്ധം, ബന്ധം, സംബന്ധ് പഹ്ചാനെ ബന്ധം തിരിച്ചറിഞ്ഞിട്ട് ഓർ ജോഡെ ബനായെ ജോഡിയായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ധൂപ്, ഇവിടെ ഒരു ബോക്സിൽ ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് 4 പോയിന്റ്സ് വേറെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് തെരഞ്ഞെടുത്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ധൂപ് വെയിലുമായിട്ട് സംബന്ധിച്ച കാര്യം എന്താണ്? ധൂപ് ചായ, ചായ ആണ് അല്ലെ? ധൂപ് ചായ. പിന്നെ മിട്ടി, മണ്ണുമായിട്ട് സംബന്ധിച്ച കാര്യം എന്താണ്? മിട്ടി, മിട്ടി ആയിട്ട് കളർ, വർണ്ണമാണ് അല്ലെ? പിന്നെയോ പാനി, പാനി സിൽക്കർ, പാനി പാനി എന്തുമായിട്ടാണ്? ആകാശ്, ആകാശ്, ആകാശത്തിനെയാണ് അല്ലെ? പിന്നെയോ ഫൂൾ പൂക്കൾ, പൂവായിട്ട് എന്താണ് ബന്ധപ്പെട്ടത്? പശ്മീനെ, അതെ കമ്പിളി വസ്ത്രം. നമ്മൾ പറഞ്ഞു അല്ലെ? പൂക്കൾ ഉപയോഗിച്ച് നീ എന്തുണ്ടാക്കി? എന്ത് തുന്നിച്ചേർക്കപ്പെട്ടു? അതെ പശ്മീനെ, കമ്പിളി വസ്ത്രം തുന്നിച്ചേർക്കപ്പെട്ടു. പശ്മീനെ ഫൂൾ, ഫൂലുമായിട്ട് പശ്മീനെ. പിന്നെ അടുത്തതായിട്ടുള്ള ഒരു ആക്ടിവിറ്റി കവിത സെ യേ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ.
കവിതയിൽ നിന്നും ഈ ഒരു ആശയം വരുന്ന വരികൾ എടുത്തിട്ട് എന്താ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ആശയം നമ്മൾ പറഞ്ഞിട്ട് ഈ 4 ആശയങ്ങൾ വരുന്ന കവിതയിൽ വരുന്ന ലൈൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആദ്യത്തെ വരി, ആദ്യത്തെ ആശയം എന്ന് പറയുന്നത്? ധൂപ് കെ സിൽനെ സെ ഛായയെ ബിഖർ ഗയി ഹേ. ധൂപ് കെ സിൽനെ സെ എന്താ വെയിലിനെ തുന്നി ചേർത്തപ്പോൾ ഛായയെ ബിഖർ ഗയി ഹേ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബിഖർ ഗയി ഹേ, അതെ, ചിന്നിച്ചിതറിപ്പോയി. സൂര്യനെ തുന്നി ചേർക്കാൻ നോക്കിയപ്പോൾ ഛായ എന്താ നിഴൽ ചിന്നിച്ചിതറിപ്പോയി. പിന്നെ പേടിനെ രംഗ് ഓർ സുഗന്ധിക്ക് സിലായിക്ക്, എന്താ മരം രംഗ് ഓർ സുഗന്ധിക്ക് സിലായി ഹേ, മരം എന്താക്കി? രംഗ് കളറിനെയും സുഗന്ധത്തെയും തുന്നി ചേർക്കപ്പെട്ടു. ഈ പേടിനെ മിഠി രംഗ് ഹവ ഓർ പാനിക്കോ തരാശ് ജോഡാ ഹേ, എന്താ പേടിനെ മിഠി രംഗ് ഹവ ഓർ പാനിക്കോ തരാശ്, മരം എന്തിനൊക്കെ? മിഠി രംഗ് ഹവ പാനി, എന്തൊക്കെ? മണ്ണ്, കളേഴ്സ്, പിന്നെന്താ ഹവ കാറ്റ്, വെള്ളം, ഇതിനെയെല്ലാം എന്താ തരാശ് കർണ, തരാശ് രൂപപ്പെടുത്തൽ അല്ലെങ്കിൽ എന്താ മേക്കിംഗ്, എല്ലാത്തിനെയും കൂട്ടിച്ചേർക്കപ്പെട്ടു. പേടിനെ പ്രത്യേക ഫലമേം അപ്നാ സ്വാദ് ബരാഹേ, മരം എന്താ ഓരോ പ്രത്യേകമായിട്ടുള്ള ഫലത്തിനെയും അല്ലെങ്കിൽ എന്താ പഴത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്വാദ് അല്ലെങ്കിൽ ടേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ആശയങ്ങളെല്ലാം വരുന്ന ഓരോ ലൈൻസ്, കവിതയിലെ ലൈൻസ് കണ്ടെത്താനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യത്തെ ആശയം വരുന്ന ലൈൻസ് ഏതായിരുന്നു? ധൂപ് കെ സിൽനെ സെ ഛായയെ ബിഖർ ഗയി ഹേ. ആ ഒരു ആശയം വരുന്ന ലൈൻസ്, പാഠഭാഗത്തിലെ കവിതയിലെ ആശയം വരുന്ന ലൈൻസ് ഏതൊക്കെയായിരുന്നു? ധൂപ് സിലി തോ ബിഖർ ഗയി ഖദരൻ ഖദരൻ ഛായയെ, എന്താണ്? ധൂപ് സിലി തോ ബിഖർ ഗയി ഖദരൻ ഖദരൻ ഛായയും, അതേ കവിതയില് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ലൈൻസ് ആണല്ലേ അത്. അപ്പൊ എന്തൊക്കെയാ? ധൂപ് സിലി തോ ബിഖർ ഗയി, ധൂപ് സിലി തോ വെയിലിനെ തുന്നി ചേർക്കാൻ നോക്കിയപ്പോൾ, ബിഖർ ഗയി ചിന്നിച്ചിതറിപ്പോയി, കതരൻ കതരൻ ഛായയും കഷ്ണം കഷ്ണമായിട്ട് എന്താ നിഴലുകൾ ചിഹ്നം പന്നം അല്ലെങ്കിൽ എന്താ ചിന്നിച്ചിതറിപ്പോയി, കഷ്ണങ്ങളായിട്ട് പോയി. അതാണ് ധൂപ് കെ സിൽനെ സെ ഛായയെ ബിഖർ ഗയി ഹേ എന്നുള്ള ആശയം വരുന്ന കവിതയിലെ ലൈൻസ് ഇതൊക്കെയാണ്. ധൂപ് സിലി തോ ബിഖർ ഗയി കതരൻ ഖദരൻ ഛായയെ, ഈ ലൈൻസ് ആണ് അതിന്റെ ആശയം വരുന്ന ലൈൻസ്. അടുത്തതായിട്ട് എന്താ രണ്ടാമത്തെ ആശയം വരുന്ന ലൈൻസ് ഏതാ നോക്കിയാലോ. പേടിനെ രംഗ് ഓർ സുഗന്ധക്കി സിലായിക്ക്, എന്താണ്? മരം വർണ്ണത്തിന്റെയും എന്താ സുഗന്ധത്തിനെയും കൂട്ടിച്ചേർത്തു അല്ലെങ്കിൽ എന്താ തുന്നിച്ചേർക്കപ്പെട്ടു. വർണ്ണങ്ങളെയും അല്ലെങ്കിൽ എന്താ സുഗന്ധത്തെയും തുന്നിച്ചേർക്കപ്പെട്ടു. എന്താ? രംഗ് മഹക് കി ഹുയി സിലായി, രംഗ് മഹക് കി ഹുയി സിലായി, ആ പറഞ്ഞിട്ടുള്ള ലൈൻ ആണല്ലേ ഈ ഒരു ആശയം വരുന്ന ലൈൻ. അപ്പൊ എന്താ? രംഗ് മഹക് കി ഹുയി സിലായി, വർണ്ണങ്ങൾ എന്ത് ചെയ്യപ്പെട്ടു? മഹക് കി, സുഗന്ധത്തിനെ തുന്നിച്ചേർക്കപ്പെട്ടു. അതാണ് ആ ഒരു ആശയം വരുന്ന ലൈൻ. അടുത്തതായിട്ടോ, പേടിനെ മിട്ടി രംഗ് ഹവ ഓർ പാനിക്കോ തരാശ് ജോഡാ ഹേ, എന്താ? പേടിനെ മിട്ടി രംഗ്, മരം എന്താ? മിട്ടി മണ്ണിനെ, രംഗ് കളർ, ഹവ കാറ്റ് അല്ലെങ്കിൽ എന്താ? പാനി വെള്ളം. ഇത്രയും കാര്യങ്ങളെ തരാശ് ജോഡാ ഹേ, ഇത്രയും കാര്യങ്ങളെ കൂട്ടി ഒരുമിപ്പിച്ച് എന്താ ഒന്ന് രൂപപ്പെടുത്തി. ആ രൂപപ്പെടുത്തിയതാണ് എന്ത്? പ്രകൃതി. ഇക്കാര്യങ്ങളെല്ലാം രൂപപ്പെടുത്തിയത് കൊണ്ട് ഉണ്ടായ കാര്യങ്ങളാണ് അല്ലെ പ്രകൃതി എന്ന് പറയുന്നത്. പേട് എന്താ? പേട് എന്തിനൊക്കെ? മിട്ടി മണ്ണ്, രംഗ് കളർ, ഹവ കാറ്റ്, പാനി വെള്ളം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ത്? മരം രൂപപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് എന്തുണ്ടായത്? പ്രകൃതി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ ഒരു ആശയം വരുന്ന ലൈൻസ്, കവിതയിലെ ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏതാണ്? മിട്ടി സിൽക്കർ രംഗ് ബനായെ, മിട്ടി സിൽക്കർ രംഗ് ബനായെ, എന്താ? മണ്ണുപയോഗിച്ച്, മണ്ണ് തുന്നിച്ചേർത്ത് കളർ ഉണ്ടാക്കി, വർണ്ണം ഉണ്ടാക്കി. പാനി സിൽ ആകാശ്, എന്താ? വെള്ളം ഉപയോഗിച്ചിട്ട് ആകാശം ഉണ്ടാക്കി. മിട്ടി രംഗ് ഹവ പാനിക്കോ, വെള്ളവും കളറും കാറ്റും വെള്ളവും അല്ലെങ്കിൽ എന്താ? മിട്ടി മണ്ണും
കളറും കാറ്റും വെള്ളവും എല്ലാം ഉപയോഗിച്ചിട്ട് ജോഡാ ദിയ തരാശ് എല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടിട്ട് രൂപപ്പെടുത്തി. എന്തിനെ? പ്രകൃതിയെ രൂപപ്പെടുത്തി. ഈ ഒരു ആശയം വരുന്ന കവിതയിലെ ലൈൻസ് ഇതൊക്കെയാണ്. അടുത്തതായിട്ടുള്ള ആശയം വരുന്ന ലൈൻ അതെന്താണ്? പേടിനെ പ്രത്യേക ഫൽമേം അപ്നാ സ്വാദ് ബരാഹെ. എന്താണ് ആശയം പറയുന്നത്? പേടിനെ പ്രത്യേക ഫൽമേം അപ്നാ സ്വാദ് ബരാഹെ. മരം ഓരോ പ്രത്യേക തരത്തിലും, അതായത് പ്രത്യേകമായിട്ടുള്ള ഫലത്തിനെയും ഓരോ പ്രത്യേകമായിട്ടുള്ള ഫലത്തിലും അപ്നാ സ്വാദ് ബരാഹെ അതിൻ്റെതായിട്ടുള്ള സ്വാദ് അല്ലെങ്കിൽ എന്താ ടേസ്റ്റ്, അതിന്റെ രൂപം എങ്ങനെയാണോ അതിനെയാണ് പറയുന്നത്. ആ ഒരു സ്വാദ് എന്താ? ഭരാഹെ നിറച്ചിട്ടുണ്ട്. മരത്തിന്റെ ഓരോ പ്രത്യേകമായിട്ടുള്ള ഫലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു സ്വാദ് അല്ലെങ്കിൽ ടേസ്റ്റ് നൽകിയിട്ടുണ്ട്. അതെന്താണ്? ആ ഒരു ആശയം വരുന്ന കവിതയിലെ ലൈൻസ് ഏതൊക്കെയാണ്? അതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ആമേം ആംകെ സ്വാദ് സിലേഹേ. നമ്മൾ പറഞ്ഞതാണല്ലേ. ആമേം ആംകെ സ്വാദ് സിലേഹേ. എന്താ? മാമ്പഴത്തിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ തുന്നിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെന്താ? ജാമുൻമേം ജാമുൻ കെ. അതെ, എന്താണ്? ഞാവൽപ്പഴത്തിൻ്റെതായിട്ടുള്ള ഒരു സ്വാദ് കൂടി എന്താ തുന്നിച്ചേർത്തിട്ടുണ്ട്. ഞാവൽപ്പഴത്തിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മാങ്ങയ്ക്ക് മാങ്ങയുടേതായിട്ടുള്ള ടേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ആ ഒരു രൂപം കൊടുക്കാൻ എന്താ മരം സഹായിച്ചിട്ടുണ്ട്. അത്തരത്തിൽ രൂപപ്പെട്ടതാണ് എന്താ പ്രകൃതി എന്ന് പറയുന്ന ഒരു ഘടകം. പിന്നെ അടുത്ത ആക്ടിവിറ്റി എന്താ? ശബ്ദവും ആപ്പസി സംബന്ധ് പഹ്ചാനെ. ശബ്ദങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സിലേ യാ സിലീം സെ പൂരാ കരേ. ഇവിടെ സിലേ ആണോ അല്ലെങ്കിൽ എന്താ സിലീം ആണോ? സിലേ എന്ന വാക്കാണോ യോജ്യം അല്ലെങ്കിൽ എന്താ സിലീം എന്നുള്ള വാക്കാണോ യോജ്യം? അത് കണ്ടെത്തി നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ഇവിടെ സിലേ സിലി രണ്ട് തരത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. സിലേ ഘോംസലേ. എന്താണ്? സിലേ ഘോംസലേ. ഇവിടെ ഘോംസലേ എന്ന് വന്നപ്പോൾ എന്ത് വന്നു? സിലേ എന്ന് വന്നു. സിലീം ഹവായേം. ഹവായേം എന്നുള്ള വാക്ക് വന്നപ്പോൾ എന്താ സിലേ ആണോ വന്നത്? അല്ല. എന്ത് വന്നു? സിലീം എന്നാണ് വന്നത് അല്ലെ. പിന്നെയോ സിലേ കിനാരെ. എന്താണ്? സിലേ കിനാരെ. എന്നുള്ള ഒരു ചിഹ്നം വന്നു അല്ലെ. കിനാരെ എന്ന് വന്നപ്പോ വീണ്ടും എന്ത് വന്നു? സിലേ എന്നാണ് വന്നത് അല്ലെ. ശേഷം എന്താ? ജമീനേം. എന്താ? സമീനേം എന്ന് വന്നപ്പോൾ എന്ത് വന്നു? സിലീം എന്ന് വന്നു അല്ലെ. അപ്പോ നിങ്ങളോട് പറയാണ്, ഇവിടെ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ആപ്റ്റ് ആയിട്ട് സിലേ ആണോ അതോ സിലീം ആണോ എന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഡാഷ് പത്തേ. എന്താണ് പത്തേ വരുമ്പോ വരിക? സിലേ പത്തേ. ഇവിടെ എന്താ? ഹവായേ വന്നപ്പോൾ സിലീം വന്നു അല്ലെ. മേലെ ഒരു ചന്ദ്രക്കല കുത്തു വന്നപ്പോൾ ഇവിടെ എന്താ? സിലീം. ബഹുവചനം ആയപ്പോൾ ഇവിടെ സിലീം എന്ന് വന്നു. പ്ലൂരൽ ആയപ്പോൾ എന്താണ്? സിലീം എന്ന് വന്നു. അപ്പോ പത്തേ എന്താ? ഇലകൾ. അപ്പോൾ സിലേ പത്തേ. പിന്നെ കലിയാം. എന്താ? കലിയാം വന്നപ്പോൾ എന്ത് വന്നു? സിലീം. ആം എന്നുള്ള ഒരു ചിഹ്നം വന്നപ്പോൾ എന്ത് വന്നു മുന്നിൽ? സിലീം എന്നാണ് വന്നിട്ടുള്ളത്. നദിയാം ഒക്കെ എന്താണ്? പ്ലൂറൽ ആയിട്ടുള്ള ഒരു വേർഡാണ് അല്ലെ. നദിയാം. അപ്പോൾ വീണ്ടും എന്ത് വന്നു? സിലീം എന്നാണ് വന്നിട്ടുള്ളത്. ഢാലിയാം എന്ന് വന്നപ്പോൾ എന്ത് വന്നു? സിലീം എന്ന് വീണ്ടും വന്നു അല്ലെ. ഈ ഒരു ചിഹ്നം വന്ന സമയത്ത് സിലേ ആണോ സിലീം ആണോ വന്നത്? സിലീം എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോ ഇവിടെ മാത്രം സിലേ വന്നു. ബാക്കി മുഴുവനായിട്ടും എന്താ? സിലീം എന്നാണ് വന്നിട്ടുള്ളത്. സിലേ ഓർ സിലി. ഇത് നമ്മളോട് കണ്ടെത്തി ആപ്റ്റ് ആയിട്ടുള്ളത് യോജിപ്പിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ആക്ടിവിറ്റിയും കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് पेड़ को दर्जी क्यों कहा गया है? ചർച്ച ചലായേ. കവിത का ആശയ ലിഖേ. നിങ്ങളോട് ചോദിക്കാണ്. पेड़ को दर्जी क्यों कहा गया है? മരത്തിനെ എന്തുകൊണ്ടാണ് ദർജി തയ്യൽക്കാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? മരത്തിനെ എന്തുകൊണ്ടാണ് ദർജി ഒരു തയ്യൽക്കാരൻ അല്ലെങ്കിൽ ടൈലർ എന്നുള്ള വിശേഷണം കൊടുത്തിട്ടുള്ളത്?
ചർച്ച ചലായം, നിങ്ങളോട് എന്താ കൂട്ടുകാരും ഒത്തിട്ട് ചർച്ച ചെയ്യാനാണ് പറയുന്നത് അല്ലെ. പിന്നെയോ കവിതാക്ക ആശയിലേക്ക് എന്ത് ചെയ്യാനും, കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കിയാലോ കവിതയുടെ ആശയം. കവിതാക്ക ആശയം എന്താണെന്ന് നോക്കിയാലോ. കവിതാക്ക ആശയം, കവിതയുടെ ആശയാണ് പറയാൻ പോകുന്നത്. പേട് സുശീൽ ശുക്ല का प्रसिद्ध कविता है. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ ഒരു പാഠഭാഗത്ത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പാഠത്തിന്റെ ഓദർ ആരായിരുന്നു, നമ്മുടെ ഓദർ സുശീൽ ശുക്ല. ആ ഒരു വേർഡ് ഒരിക്കലും മറക്കരുത്, ആ ഒരു പേര് ഒരിക്കലും മറക്കുക ചെയ്യരുത് കേട്ടോ. അപ്പോ പേട് സുശീൽ ശുക്ല का प्रसिद्ध कविता है. സുശീൽ ശുക്ലിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയാണ് എന്ത്, പേട്. പേട് എന്നുള്ള കവിത. यह कविता में पेड़ का महत्व और विशाल रचनात्मकता दर्शाती है. ഈ ഒരു കവിതയിൽ എന്താ, പേട് കാ മഹത്വം, പേട് മരത്തിന്റെ മഹത്വം അല്ലെങ്കിൽ എന്താ മരത്തിന്റെ ട്രീയുടെ എന്താ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, മഹത്വം എന്തൊക്കെയാണ്. ഓർ വിശാൽ രചനാത്മകത ദർശാത്തി ഹേ, എന്താണ് വിശാലമായിട്ടുള്ള അതിന്റെ ഓരോ ആഴത്തിലുള്ള ഓരോ കാര്യങ്ങളും എന്താ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് അല്ലെ. പിന്നെന്താ, ഇസ് കവിത മേ പേട് കോ ഏക് ദർജി കെ രൂപ മേ ദർശായാ ഗയാ ഹേ. ഈ ഒരു കവിതയിൽ മരത്തിനെ എന്തായിട്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതുമായിട്ടാണ് താരതമ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതെ, ദർജി ഒരു തയ്യൽക്കാരനുമായിട്ടാണ് എന്തിനെ ഉപമിച്ചിട്ടുള്ളത്, മരത്തിനെ ഈ കവിതയിൽ ഉപമിച്ചിട്ടുള്ളത് ഒരു തയ്യൽക്കാരന്റെ രൂപത്തിലാണ്. जो धूप हवा मिट्टी पानी सिलकर हमको सुंदर और जीवनदायी प्रकृति देता है. എന്താണ്, इस कविता में ഈ കവിതയിൽ पेड़ को एक दर्जे के जो धूप में फर्स्ट തൊട്ടിട്ട് പറയാം. इस कविता में पेड़ को एक दर्जे के रूप में दर्शाया गया है. ഈ കവിതയിൽ മരത്തിനെ ഒരു തയ്യൽക്കാരൻ അല്ലെങ്കിൽ എന്താ ഒരു ടൈലർ ആയിട്ടാണ് ഉപമിച്ചിട്ടുള്ളത്. ജോ ധൂപ്പ് ഹവ, ജോ ധൂപ്പ് എന്താണ്, ധൂപ്പ് വെയില്, കാറ്റ്, മിട്ടി, മണ്ണ്, വെള്ളം, ഇതെല്ലാം എന്താ സിൽക്കർ ഹംകോ സുന്ദർ ഓർ ജീവൻദായക് പ്രകൃതി ദേത്താ ഹേ. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തുന്നിച്ചേർക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് എന്താ നമുക്ക് സുന്ദർ ഓർ ജീവൻദായക് പ്രകൃതി ദേത്താ ഹേ, വളരെ സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ജീവൻദായക് ജീവിതത്തിന് ആധാരമായിട്ടുള്ള എന്താ പ്രകൃതി ദേത്താ ഹേ, പ്രകൃതി ലഭിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താ ഒത്തൊരുമിച്ചത് കൊണ്ടാണ് നമുക്ക് സുന്ദരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രകൃതിയെ ലഭിച്ചിട്ടുള്ളത്. യഹാം ഏക് ദർജി കെ തരഹ് പേട് കോ ദേഖ്താ ഹേ, ഇവിടെ ഒരു തയ്യൽക്കാരനുമായിട്ടാണ് മരത്തിനെ കണക്കാക്കുന്നത്. ഇസ്ക മത്ലബ് യേ ഹേ കി, ഇതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ എന്താ ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്താണ്, പേട് പ്രാകൃതിക് തത്വം കോ ജോഡ്കർ പ്രകൃതി കോ സുന്ദർ ബനാത്താ ഹേ. പേട് മരം എന്താണ്, പ്രാകൃതിക് തത്വം കോ ജോഡ്കർ പ്രകൃതിയുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ എന്താ ഒക്കെ കൂടി ചേർന്നാണ് പ്രകൃതി കോ സുന്ദർ ബനാത്താ ഹേ, പ്രകൃതി അത്രയും മനോഹരമായിട്ട് കാണാൻ പറ്റുന്നത്. എന്താണ്, പ്രകൃതിയിൽ മാത്രം കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് പ്രകൃതി സുന്ദരമാക്കപ്പെട്ടിട്ടുള്ളത്. പേട് നാമക് ഈ കവിതാക്ക സർവപ്രധാന വിശേഷത, പേട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കവിതയിലെ ഏറ്റവും ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു വിശേഷത എന്ന് വെച്ചാൽ എന്താണ്, കൽപ്പനാശീൽ ഭാഷാ में प्रकृति की सुंदरता और विविधता को चित्रण किया है. എന്താണ് പറയുന്നത്, പേട് നാമക് യഹ് കവിതാക്ക സർവപ്രധാന വിശേഷത. പേട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കവിതയുടെ പ്രധാനപ്പെട്ട വിശേഷത, ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു വിശേഷത എന്ന് വെച്ചാൽ എന്താണ്, കൽപ്പനാശീൽ, വളരെ കൽപ്പനാശീലത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ എന്താ ക്രിയേറ്റീവ് ആയിട്ടുള്ള, കൽപ്പനാശീൽ എന്ന് വെച്ചാൽ ക്രിയേറ്റീവ് ആയിട്ടും, ഭാഷാമേൻ പ്രകൃതിക്ക് സുന്ദരത, കൽപ്പനാശീൽ ഭാഷാമേൻ അല്ലെങ്കിൽ അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഭാഷയിലൂടെ പ്രകൃതിക്ക് സുന്ദരത, പ്രകൃതിയുടെ സൗന്ദര്യം ഓർ വിവിധത കോ ചിത്രം കിയാ ഹേ, എന്താ വൈവിധ്യത്തിലൂടെയുള്ള സൗന്ദര്യം നമുക്ക് എന്താ കാണിച്ചു തരാണ് അല്ലെ. നമുക്കൊരു ചിത്രത്തിന്റെ രൂപത്തിൽ നമുക്ക് അതിന്റെ ആ ഒരു
പിക്ചർ എങ്ങനെയാണ് എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചേർക്കാനും ചെയ്യുന്നത് അല്ലെ. ഈ ഒരു കവിതയിൽ കൂടി വളരെ മനോഹരമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഇത്രയും കാര്യങ്ങൾ എന്താണ് മനസ്സിലായില്ലേ. അപ്പോ പ്രകൃതിയെ അത്രത്തോളം സുന്ദരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് എന്താ നമ്മളിലേക്ക് എത്തിച്ചേർക്കാൻ കവിക്ക് സാധിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ എന്താ അടുത്ത ആക്ടിവിറ്റി, കവിത ആപ്കോ കൈസേ ലഗി. കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കവിത നിങ്ങൾക്ക് എങ്ങനെ തോന്നി? കവിത വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നി? നിങ്ങൾക്ക് ഇഷ്ടാവുകയാണോ ചെയ്തത്? അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് തോന്നിയത്? ആ കാര്യങ്ങളൊക്കെ ചോദിക്കുക ചെയ്യുന്നത് അല്ലെ. പിന്നെന്താ അപ്നാ മത് പ്രകട് കർത്തേ ഹുയേ കവിക്ക് നാം പത്ര ലിഖേ. നിങ്ങൾക്ക് എന്തൊക്കെ തോന്നി? അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് കവിയോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? നിങ്ങൾ മനസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്ന, അതായത് കവിത വായിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കവിയോട് എന്തൊക്കെ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, ആ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എന്താ കവിക്ക് ഒരു പത്രം എന്ന് വെച്ചാൽ എന്താ ലെറ്റർ, കത്തിനെയാണ് അല്ലെ പത്രം എന്ന് പറയുന്നത്. അപ്പോ കവിക്ക് നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് ഒരു കത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ കത്തിന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇതിന് മുന്നേ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ കത്തിന്റെ ഫോർമാറ്റ് റൈറ്റ് സൈഡിലായിട്ട് എന്താ സ്ഥാൻ, താരീഖ്, സ്ഥലവും ഡേറ്റും എഴുതണം ആദ്യം തന്നെ. പിന്നെ എന്താ കവിക്കാണല്ലോ അല്ലെ എഴുതുന്നത്. അപ്പൊ എന്താ കുറച്ച് ബഹുമാനപൂർവം അല്ലെങ്കിൽ ഭയങ്കര ഒരു സാധാരണ ഫോർമൽ ആയിട്ടുള്ള ഒരു കത്തല്ല അല്ലെ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ആദരണീയ, നല്ല വിനയത്തോട് കൂടിയിട്ട് വേണം ആ ഒരു കത്ത് എഴുതാൻ. അപ്പൊ ആദ്യം തന്നെ സ്ഥാൻ ഓർ താരീഖ്, പ്ലേസും ഡേറ്റും എഴുതി റൈറ്റ് സൈഡിലായിട്ട്. ശേഷം ഈ സൈഡിലായിട്ട് നമ്മൾ എന്ത് എഴുതണം? ആദരണീ സുശീൽ ശുക്ലജി, നമ്മുടെ ഓദറുടെ പേരാണ് അല്ലെ സുശീൽ ശുക്ല. അപ്പൊ പറയാണ് ആദരണീ സുശീൽ ശുക്ലജി, ബഹുമാനപ്പെട്ട സുശീൽ ശുക്ല സാറിന് എന്താണ് നമസ്തേ, നമസ്കാരം. മേരാ നാം ഗോകുൽ ഹേ, എന്റെ പേരെന്താണ്? മേരാ നാം ഗോകുൽ ഹേ, എന്റെ പേര് ഗോകുൽ എന്നാണ്. मैं कक्षा 8 का एक विद्यार्थी हूँ, ഞാൻ എന്താണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. हाल ही में मैंने आपकी कविता पेड़ पढ़ी और वह मुझे बहुत अच्छी लगी. എന്താ मैंने आपकी कविता पेड़ पढ़ी और वह मुझे बहुत अच्छी लगी. എന്താ പറയുന്നത്? ഞാൻ താങ്കളുടെ കവിത വായിച്ചു, എനിക്കതെന്താ വളരെ ഇഷ്ടപ്പെട്ടു, ഒരുപാട് നല്ലതായിട്ട് തോന്നി പറയാണ്. इस कविता में आपने पेड़ को एक दर्जी के रूप में प्रस्तुत किया है. ഈ കവിതയിൽ നിങ്ങൾ എന്താ മരത്തിനെ ഒരു ദർജി, ഒരു തയ്യൽക്കാരനായിട്ടാണ് ഉപമിച്ചിട്ടുള്ളത്. പ്രസ്തുത് കിയാ ഹേ, നിങ്ങൾ വർണ്ണിച്ചിട്ടുള്ളത് കവിതയിൽ എന്താ ഒരു തയ്യൽക്കാരനുമായിട്ടാണ്. എന്തിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്? പേട്, മരത്തിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. आपने धूप, फूल, फल, जमीनें, किनारे, स्वाद, पानी आदि प्राकृतिक तत्वों को जोड़कर पेड़ का माध्यम से प्रकृति को एक सुंदर रूप दिया है. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? आपने, താങ്കൾ എന്തൊക്കെ കാര്യങ്ങൾ? ധൂപ്, വെയിലിനെ, ഫൂൽ, പൂക്കൾ, ഫലം, ജമീനെ, ഭൂമി, കിനാരെ, തടങ്ങൾ, തീരങ്ങൾ, സ്വാദ്, പാനി, വെള്ളം, ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ്? ആദി തുടങ്ങിയവയെല്ലാം പ്രാകൃതിക് തത്വംകോ, തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രകൃതിയുടെ ഓരോ കാര്യങ്ങളും പ്രാകൃതിക് തത്വം കോ ജോഡ്കർ, പ്രകൃതിയുടെ എല്ലാ വിശേഷതകളും എന്താ ജോഡ്കർ യോജിപ്പിച്ചിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ട് പേടിക്കേ മാധ്യം സേ, അതെ മരത്തിന്റെ മാധ്യമത്തിലൂടെ, മരം ഒരു മാധ്യമമാക്കി എടുത്തുകൊണ്ട് പ്രകൃതിക്കോ ഏക് സുന്ദർ രൂപ് ദിയാ ഹേ, പ്രകൃതിയെ എന്താ അത്രക്കേറെ മനോഹരമായിട്ടാണ് പ്രകൃതിക്ക് ഒരു രൂപം കൊടുത്തിട്ടുള്ളത് താങ്കളുടെ ഈ കവിതയിലൂടെ. പ്രകൃതിക്ക് അത്രയും ആധാരമായിട്ടുള്ള കുറെ കാര്യങ്ങളിലൂടെ മരത്തെ ഒരു മാധ്യമമാക്കിക്കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. ജൈസേ കി ഏക് ദർജി കപ്പടേ സിൽത്താ ഹേ, എങ്ങനെ? അതായത് ഒരു ടൈലർ, അതായത് ഒരു തയ്യൽക്കാരൻ എന്താ അതെ വസ്ത്രം തുന്നുന്നത് പോലെ അല്ലെങ്കിൽ ഡ്രസ് മേക്ക് ചെയ്യുന്നത് പോലെയാണ് താങ്കൾ ഈ ഒരു കവിത പ്രകൃതി അല്ലെങ്കിൽ പേട് അതുമായിട്ട് സിൽത്താഹെ തുന്നിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്. കിത്നി സുന്ദർ ഓർ ഭാവപൂർണ്ണ കൽപ്പനാഹെ, അദ്ദേഹത്തോട് പറയാണല്ലേ, അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി അതാണ് കൽപ്പന. കിത്നി സുന്ദർ ഓർ ഭാവപൂർണ്ണ കൽപ്പനാഹെ, എത്രയേറെ മനോഹരമായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റിയാണ്, അത് എത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തോട് പറയാണ്.
സുശീൽ ശുക്ലിനോട് ഈ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി പറയാണ് അല്ലെ, അത് എത്രത്തോളം മഹത്തരമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ എത്രത്തോളം കൽപ്പനയായിട്ടുള്ള കൽപ്പനാതരകമായിട്ടുള്ള എന്താ ഒരു കാര്യമാണ്. കൽപ്പന പറഞ്ഞാല് ക്രിയേറ്റിവിറ്റി, അത് എത്രത്തോളം ക്രിയേറ്റീവായിട്ട് ആണ് താങ്കൾ ആ ഒരു കവിത എഴുതിയിട്ടുള്ളത്, അങ്ങനെ പറയാണ്. പിന്നെന്താ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുട്ടി എന്താ പറയുന്നത്, മേ ആശാ കർത്താ ഹൂം കി, ഞാൻ ആഗ്രഹിക്കുകയാണ്. മേ ആശാ കർത്താ ഹൂം കി, ഞാൻ ആഗ്രഹിക്കപ്പെടുകയാണ്. എന്താ ആപ് ആകെ ഭി ഇസി പ്രകാർ കി സുന്ദർ കവിതായെ ലിഖ്തേ രഹേംഗെ, നിങ്ങൾ തുടർന്നും ഇനിയും മുന്നോട്ട് എന്താ ഇത്തരത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള കവിതകൾ എഴുതും എന്ന് ഞാൻ എന്താ ആശിച്ചു പോവുകയാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുകയാണ്. മുന്നോട്ടും തുടർന്നും നിങ്ങൾ ഇത്തരത്തിലുള്ള കവിതകൾ എഴുതും എന്ന് ഞാൻ എന്താ ആഗ്രഹിക്കുകയാണ്, ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ശേഷം എന്താ ഈ സൈഡിലായിട്ട് ധന്യവാദ്, നന്ദി, പിന്നെ സേവാമേം, ആരാണത് കത്ത് എഴുതിയിട്ടുള്ള ആളുടെ പേരെഴുതുക. സേവാമേം എന്ന് എഴുതിയിട്ട് ആളുടെ പേരെഴുതുക. എന്താണ് സേവാമേം, ധന്യവാദ്, നന്ദി കൊടുത്തതിന് ശേഷം സേവാമേം, ആർക്കാണോ കൊടുക്കാനുള്ളത്, നാം, ആർക്കാണോ ആളുടെ പേര്, ആർക്കാണോ കത്തയക്കുന്നത് ആ ആളുടെ പേര് ആ സൈഡിൽ എഴുതുക. ശേഷം എന്താ പദ, സ്ഥലം, എവിടെയാണോ ആ സ്ഥലം വരുന്നത് അത്രയും കാര്യങ്ങൾ എഴുതുക. ശേഷം ഈ സൈഡിലായിട്ട് എന്താണ് ആപ്കാ ഹി, താങ്കളുടെ, ആപ്കാ ഹി പ്രിയ പാഠക്, താങ്കളുടെ പ്രിയപ്പെട്ട പാഠക്, വായനക്കാരൻ. പാഠക് വായിച്ചിട്ട് വായനക്കാരനാണ് പാഠക് എന്ന് പറയുന്നത്. താങ്കളുടെ, ആപ്കാ ഹി, താങ്കളുടെ സ്വന്തം പ്രിയ പാഠക് എന്താണ് ഗൂഗിൾ, ആ കുട്ടിയുടെ പേരാണ് അല്ലെ, ഗൂഗിൾ, ഹസ്താക്ഷർ, ഒപ്പ്, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടുള്ള ആ ഫോർമാറ്റിലാണ് നിങ്ങളൊരു പത്ര. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഷുവർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആവട്ടോ. അപ്പൊ എന്തായാലും ഇത് പഠിക്കണം. ഇതിന്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ശേഷം ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താ കത്തെഴുതിയാൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. പിന്നെന്താ അനുബന്ധ കാര്യം, എന്താണ് വേറൊരു ടാസ്ക് ആണ് അല്ലെ, വേറൊരു ആക്ടിവിറ്റി ആണ്. കവിത ക ആലാപ് ഓർ ദൃശ്യാഭാസ് കരേ, എന്താണ് പറയുന്നത്, കവിത ക ആലാപ്, കവിത ആലാപ് എന്ന് വെച്ചാൽ എന്താണ് വായിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കവിത ക ആലാപ് കരേ, കവിത വായിച്ചു നോക്കാൻ, കവിത ക്ലാസ്സിൽ വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കവിത ക ആലാപ് ഓർ ദൃശ്യാഭാസ് കരേ, അതെന്താ ആ ഒരു കവിത നിങ്ങൾ വായിച്ചിട്ട് എന്താ ആ ഒരു ദൃശ്യം അഭിനയിച്ചു കാണിക്കാനാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പേട് എന്ന് പറഞ്ഞിട്ടുള്ള സുശീൽ ശുക്ല എഴുതിയിട്ടുള്ള കവിത. മനോഹരമായിട്ടുള്ള ഒരു കവിതയായിരുന്നു അല്ലെ. ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ഇത്രയൊക്കെ ആയിരുന്നു. എന്താ ഇതിന്റെ മീനിങ്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ടിവിറ്റി എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ നോക്കിയതിനു ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതായത് ഫസ്റ്റ് യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗം, അതൊരു കഥയാണ് അല്ലെ. അടുത്തതായിട്ട് നമുക്കൊരു കഥയാണ് പഠിക്കാനുള്ളത്. ഇതൊരു കവിതയായിരുന്നു. അപ്പൊ അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.